ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഈ കഴിഞ്ഞ ദിവസം. അപ്പോൾ എൽദോ എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പൊട്ടിക്കാതെ വച്ചേക്കുമായിരുന്നു. അപ്പോൾ വിചാരിച്ചു, എനിക്ക് കണ്ടിന്യൂസ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ഓഫ് ഡേ ആയപ്പോൾ ഒന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൽദോ ആദ്യം എനിക്ക് തന്നേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഗിഫ്റ്റാണ്. ഒന്ന് എനിക്ക് ഒരു വാച്ച്, ഗസിൻ്റെ ഒരു വാച്ചാണ്. അപ്പോൾ വലിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ചെയ്യണമല്ലോ, ഞാൻ ജസ്റ്റ് എൻ്റെ ഫിംഗർ വെച്ച് തന്നെ ടാപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുവാണ്. നല്ലൊരു വാച്ചായിരുന്നു, ഒരു സിൽവർ കളറായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. നല്ല സ്റ്റോൺസൊക്കെ ഉണ്ട്, അടിപൊളിയായിരുന്നു. ഇതായിരുന്നു ആ വാച്ച്. അതിന് ഞാൻ ഡിസ്ക്രിപ്ഷൻ എന്ത് ടൈപ്പാണെന്നുള്ളത് ഇട്ടേക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇട്ട് നോക്കുകയാണ്. എനിക്കിനി അതിൻ്റെ വാച്ചിൻ്റെ ചെയിനൊക്കെ ഒന്ന് സെറ്റാക്കണം, എന്നാലാണ് കറക്റ്റ് ആ ഒരു ഫിറ്റ് ആവത്തുള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സർപ്രൈസ്ഡ് ആയിട്ട് പോയി ഞാൻ നന്നായിട്ട് ഈ പ്രാവശ്യം ഈ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ. അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ട് നല്ലൊരു എന്താ പറയുക, ഒരു പട്ട് ഷോ അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അത് UK നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. അപ്പോൾ അവരുടെ തന്നെ ഗ്യാരണ്ടി കാർഡൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് എല്ലാവർക്കും തന്നെ അറിയുന്നൊരു ബ്രാൻഡായിരിക്കും ഗസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എല്ലാം തന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആയിരുന്നു. ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ അകത്ത് ഒരു ടെഡി ബിയർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു പെർഫ്യൂമും, പിന്നെ ആ പെർഫ്യൂമിൻ്റെ ഒരു സാമ്പിൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്യാൻ നോക്കുകയാണ്. കുറേ കഷ്ടപ്പെട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് അറ്റ് ലാസ്റ്റ് കുറേ കഷ്ടപ്പെട്ട് ലാസ്റ്റ് ഓപ്പൺ ചെയ്ത് എനിക്ക് അത് എനിക്ക് പൊട്ടിക്കാൻ തോന്നണില്ലായിരുന്നു. ഭയങ്കര ഒരു വിഷമമായിരുന്നു, കാരണം അതത്ര ന്യൂ ആയിട്ടിരിക്കട്ടെ എന്നായിരുന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞാൻ പൊട്ടിക്കുകയാണ്. അതിൻ്റെ അകത്ത് റിബണിൻ്റെ അകത്ത് ഹാപ്പി ആനിവേഴ്സറി മൈ ലവ് എന്നൊക്കെയുണ്ട്. ഫസ്റ്റ് ആനിവേഴ്സറി അല്ലേ, ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുള്ളായിരുന്നു. 1 ഇയർ എത്ര പെട്ടെന്നായല്ലേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളായിരുന്നു. ഇപ്പം പിന്നെ കട്ട് ചെയ്യാനായിട്ട് ഒരു സിസേഴ്സൊക്കെ ഉപയോഗിച്ചാണ് കട്ട് ചെയ്തത്. അങ്ങനെ അടിപൊളിയായിട്ടായിരുന്നു എല്ലാം പാക്ക് ചെയ്തത് അവർ. അങ്ങനെ ഞാൻ ഓപ്പൺ ചെയ്തു കഴിഞ്ഞപ്പോൾ ആദ്യം എനിക്കൊരു ടെഡി ബിയർ ഉണ്ടായിരുന്നു. കുറേ നാൾക്കത്തെ ഒരു ആഗ്രഹമായിരുന്നു, ഒരു ടോയ് എന്തെങ്കിലും, ഇങ്ങനെ ടെഡി ബിയറോ അങ്ങനെ എന്തെങ്കിലും വേണമെന്ന്. അപ്പോൾ അത് കിട്ടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഉള്ളതാണ് ഈ പെർഫ്യൂം, കരോളീന ഹെറീറയുടെ ഒരു പെർഫ്യൂമാണ്. അത് ഗുഡ് ഗേൾ എന്ന് പറഞ്ഞ ഒരു പെർഫ്യൂമാണ്, ഗിഫ്റ്റാണ്. എനിക്ക് പെർഫ്യൂം ഭയങ്കര അഡിക്ഷനാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് വാങ്ങിച്ചു തന്നതാണ്. എനിക്കിഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. ഇത്രയും ഗിഫ്റ്റൊക്കെ ഉള്ളൂ. പിന്നെ എനിക്ക് അവർ കുറച്ച് സാമ്പിൾസ് അതിൻ്റെ ഒപ്പം തന്നിട്ടുണ്ടായിരുന്നു, പല ഫ്രാഗ്രൻസിൻ്റെ ഇവരുടെ തന്നെ. അത് ഞാൻ ഏതെങ്കിലും ട്രൈ ചെയ്തിട്ട് നല്ലതാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ വാങ്ങിക്കാമല്ലോ. അതാണ് നമ്മുടെ ഷൂ പോലത്തെ പെർഫ്യൂമില്ലേ, അതാണ് ഈ സംഭവം. പിന്നെ അവർ ഞങ്ങൾക്ക് തന്നേക്കുന്ന കുറേ സാമ്പിൾ തന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഫ്യൂച്ചറിലായിട്ട് നമുക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫുൾ ബോട്ടിൽ വാങ്ങിക്കാമല്ലോ. അങ്ങനെ കുറേ സാമ്പിളുണ്ട്. എനിക്കൊന്നൊരു 6-7 സംതിങ് ഉണ്ട്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. ലോങ് ലാസ്റ്റിംഗ് ആണ് അതിൻ്റെ ആ ഒരു സ്മെല്ലെല്ലാം. ഞാൻ ആദ്യമായിട്ടാണ് കരോളിൻ ഹെറീറയുടെ ഒരെണ്ണം വാങ്ങിക്കുന്നത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. ജസ്റ്റ് ഒരു മെമ്മറിക്ക് വേണ്ടി എടുത്ത വീഡിയോസാണ്. ദാറ്റ്സ് ഇറ്റ്. ബൈ.